എവരിവൺ. അപ്പൊ നിങ്ങൾ എല്ലാവരും +1 അക്കൗണ്ടൻസി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പം ആ ഒരു പ്രിപ്പറേഷനെ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം ഈ ഒരു വീഡിയോയുടെ ലിങ്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് വീഡിയോസും ഷോർട്സും അതുപോലെ തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഒക്കെ ഈ ഒരു ചാനലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മിസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ടില്ല. പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മാർക്സ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് ചെയ്യാം, 4 പോയിന്റ്സ് എടുത്ത് എഴുതാം. ഇനി 3 മാർക്സിനൊക്കെ ചോദിക്കുന്ന സമയത്ത് 3 പോയിന്റ്സ് എഴുതിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? മെയിൻ്റനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ് അല്ലെ. നമ്മുടെ ബിസിനസ്സിനകത്ത് വരുന്ന ഒരുപാട് ട്രാൻസാക്ഷൻസിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എന്താണ്? വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ബിസിനസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് വരുന്നതാണ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് എത്രയാണ് എന്നുള്ള കാര്യം അസർട്ടൈൻ ചെയ്യുക. നെക്സ്റ്റ് വൺ അസർട്ടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ അതായത് നമ്മുടെ ബിസിനസിന്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ കുറിച്ചുള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയാം. സോ അതിന്റെ അസർട്ടൈൻമെന്റ് ആൻഡ് ഫൈനലി പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. നമുക്കറിയാം ഒരുപാട് ആൾക്കാർ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള യൂസേഴ്സ്, ഇന്റേണൽ യൂസേഴ്സിന്റെ എക്സ്റ്റേണൽ യൂസേഴ്സിന്റെ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ആരും സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് എനി 3 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ കോഡ് ഓർക്കുക. എന്താണ്? അണ്ടർസ്റ്റാൻഡബിലിറ്റി, റിലയബിലിറ്റി, റെലവൻസ് ആൻഡ് കമ്പയറബിലിറ്റി. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പ്ലനേഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് 4 പോയിന്റ്സ് എന്നിട്ട്, അതായത് റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, അതിനെ ബേസ് ചെയ്തിട്ട് ഏതാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്, അല്ലെങ്കിൽ ഏതാണ് ആയത്, അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിനകത്ത് ഏത് ക്വാളിറ്റിയാണ് പറയുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ? റിലയബിലിറ്റി. അതായത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കണം. നമുക്കതിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റണം. എങ്ങനെയാണ് നമുക്കതിന് ഒരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുക? എറർ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം അല്ലെ. അപ്പം അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡബിൾ ആയിരിക്കണം, എറർ ഫ്രീ ആയിരിക്കണം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? റിലയബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് റെലവൻസ്. റെലവൻസ് എന്ന് പറയുമ്പോൾ എന്താ? അവൈലബിൾ ഇൻ ടൈം. നമുക്ക് എപ്പോഴാണ് ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമുള്ളത് ആ ഒരു സമയത്ത് ആ ഇൻഫോർമേഷൻ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, എന്നാണ് അവൈലബിൾ ഇൻ ടൈം എന്ന് പറയുന്നതാണ് എന്ത്? റെലവൻസ്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡബിലിറ്റി. അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഞാനൊരു കാര്യം പറയുന്ന അതേ സെൻസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ട് അല്ലെ. ഈ സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്, അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് കമ്പയറബിലിറ്റി ആണ്. കമ്പയറബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഒരു ബിസിനസിന്റെ പ്രീവിയസ് ഇയേഴ്സിലെ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ സെയിം ഇൻഡസ്ട്രിയിലെ ഡിഫറെന്റ് ബിസിനസിന്റെ പെർഫോമൻസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എന്ത്? ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നത്. എന്തൊക്കെയാ? റിലയബിലിറ്റി, റെലവൻസ്, കമ്പയറബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഓക്കെ, ഇതുപോലെ ചോദിച്ചുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ? നോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ഇതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാ? റിലയബിലിറ്റി, റെലവൻസ്, കമ്പയറബിലിറ്റി, മെഷറബിലിറ്റി. മെഷറബിലിറ്റി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണോ? അല്ല. സോ ഓപ്ഷൻ ഡി ആണ് എന്ത്? ആൻസർ ആയിട്ട് വരുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ കമ്പോണൻസ് ഓഫ് GST ആപ്ലിക്കബിൾ ടു ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. നമ്മുടെ GSTയുടെ കമ്പോണൻസിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷനകത്ത് ഏതൊക്കെ കമ്പോണൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഇൻട്രാസ്റ്റേറ്റിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്, പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ, CGSTയുടെ എക്സ്പ്ലനേഷൻ എന്താണ്, IGST എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ GSTയുടെ പാർട്ടിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇത് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷനകത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള GST ആണ് അല്ലെ. ഇന്റർസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഇന്റർസ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ ആപ്ലിക്കബിൾ ആകുന്ന GST എന്ന് പറയുന്നതായിരിക്കും IGST ആണ്. IGSTയുടെ ഫുൾ ഫോം ഓർത്ത് വെച്ചേക്കുക, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ, ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വിത്തിൻ എ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ കൊച്ചി, അതുപോലെ തന്നെ എന്താണ് കൊല്ലം. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്ലേസസുകൾ തമ്മിൽ നടക്കുമ്പോൾ അത് ഇൻട്രാസ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിനകത്ത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ അപ്ലിക്കബിൾ ആകുന്ന GST ഏതാണ്? CGST ആൻഡ് SGST, അതായത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ട്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ GSTയുടെ പോയിന്റിൽ നിന്ന് ഏതൊക്കെയാണ് അപ്ലിക്കബിൾ ആകുന്ന കമ്പോണൻസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓരോ GSTയുടെയും എക്സ്പാൻഷനും പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നമ്മുടെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, പാസ്ബുക്ക്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ബാലൻസിന്റെയും മീനിങ് എന്താണെന്നുള്ളതാണ്. ഇപ്പോ നമുക്കറിയാം ക്യാഷ് ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ പാസ്ബുക്ക് ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ക്യാഷ് ബുക്കിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും എന്ത്? പാസ്ബുക്ക്. ഓക്കെ, അപ്പൊ ഫേവറബിൾ ബാലൻസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് കിട്ടാനുള്ളത്, ക്യാഷ് എന്ന് പറയുമ്പോൾ അസറ്റ് ആണ് അല്ലെ. അപ്പൊ അത് കിട്ടാനുള്ളത് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഡെബിറ്റ് ബാലൻസ്, അതായത് ക്യാഷ് ബുക്ക് പ്രകാരം ഡെബിറ്റ് ബാലൻസ് വരുന്നതും അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താ? ക്രെഡിറ്റ് ബാലൻസ് ആണ്. പാസ്ബുക്ക് പ്രകാരം ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നതും എന്ത് ബാലൻസാ? ഫേവറബിൾ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് ആണ്. ഇനി എന്താ അൺഫേവറബിൾ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എന്ന് വിളിക്കുന്നത്? എന്താണ്? ക്യാഷ് ബുക്ക് പ്രകാരം ക്രെഡിറ്റ് ബാലൻസ് വരുന്നതും പാസ്ബുക്ക് പ്രകാരം ഡെബിറ്റ് ബാലൻസ് വരുന്നതുമാണ്. ഓക്കെ, അപ്പോ ഈ ബാലൻസസിന്റെ കാര്യം കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇതിൽ നിന്നും 3 മാർക്കിനാണ് നമുക്ക് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോവിംഗ് ടേബിൾ വിത്ത് റിഗാർഡ് ടു ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ബാലൻസ് ഓഫ് ക്യാഷ് ഓർ പാസ്ബുക്ക് തന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റ്സ് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നാണ്. ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയുന്നത് അൺഫേവറബിൾ ബാലൻസ് ആണ്. ഓക്കെ, അൺഫേവറബിൾ ബാലൻസ്, അൺഫേവറബിൾ ബാലൻസ്. അതുപോലെ നെക്സ്റ്റ് വൺ, ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. നോക്കിക്കേ, ക്യാഷ് ബുക്ക് പ്രകാരം ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നത് എന്താ? ഫേവറബിൾ ബാലൻസ് ആണ്. ഫേവറബിൾ ബാലൻസ്. നെക്സ്റ്റ്, ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്ക് പ്രകാരമുള്ള ക്രെഡിറ്റ് ബാലൻസ് അല്ലെ. പാസ്ബുക്ക് പ്രകാരമുള്ള ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് തന്നെയാണ് ഫേവറബിൾ ബാലൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് 3 മാർക്ക് മേടിക്കാനായിട്ട് പറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നമ്മുടെ അസറ്റ്സ് ലയബിലിറ്റീസ്, അതിന്റെ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ റൂൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉണ്ട്, ഡീലർ കോഡ്. ഓക്കെ, ഈ ഡീലർ കോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്രോയിങ്സ്, എക്സ്പെൻസ്, അസറ്റ്സ് ഇത് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ആൻഡ് ലയബിലിറ്റി, ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ, റവന്യൂ ഓർ ഇൻകം എന്ന് പറയുന്നത് കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, കുറയുമ്പോൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതിന്റെ ബേസിസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് അതൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റൂള് മനസ്സിലാക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിൽ ദ ടേബിൾ അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക? എപ്പോഴാ? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലെ. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എക്സ്പെൻസസ് ഡിക്രീസ് ചെയ്യുമ്പോൾ, എക്സ്പെൻസസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇൻകം എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക? ഇൻകം ക്രെഡിറ്റ് ചെയ്തത് ഇൻക്രീസ് ആവുമ്പോഴാണ്, ഇൻക്രീസ് ആവുമ്പോഴാണ്. നെക്സ്റ്റ് വൺ, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ
ഇതിൽ നിന്നും റൂൾ ഓഫ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. വലിയ കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് തന്നെ 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, റൈറ്റ് എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ഓക്കെ, അപ്പം റിപ്പീറ്റഡ്ലി ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ടു അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലെഡ്ജേഴ്സിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ് അല്ലെ. എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതുപോലെ അതിനുശേഷം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെ. അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തുടങ്ങിയവയൊക്കെയാണ് ഇത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ഓക്കെ, 3 ഒബ്ജക്റ്റീവ് ആണുള്ളത്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 3 കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. 2 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസും ഡിഫറൻസ് കാണിക്കുന്നതിനുള്ള കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണെന്നതാണ്. ഓക്കെ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം? ഫസ്റ്റ് വൺ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. നെക്സ്റ്റ് വൺ, ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഡെബിറ്റ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ, എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ബാങ്ക്, ഡയറക്റ്റ് പേയ്മെന്റ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമേഴ്സ്. അതായത് ഇപ്പോൾ BRSന്റെ പ്രോബ്ലത്തിനകത്ത് വരുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാ? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നമ്മളൊരു ചെക്ക് കൊടുക്കുന്നു, പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടില്ല, അത് ബാങ്കിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള ഒരു ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്തു, പക്ഷെ അത് ക്ലിയർ ചെയ്ത് വന്നിട്ടില്ല. അതുപോലെ ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നു, ബാങ്ക് ഡിവിഡൻഡ് ക്രെഡിറ്റ് ചെയ്യുന്നു, ഡയറക്ട്ലി ഒരു കസ്റ്റമർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ സമയത്തൊക്കെ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും ഡിഫറൻസ് കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയില് നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള, അതായത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടാത്ത തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോയുടെ ലിങ്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ചാനലിൽ ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്. മിക്കവാറും 7 മണിക്കായിരിക്കും വരുന്നുണ്ടായിരിക്കുക. യെസ്, 7 മണിക്ക് തന്നെയാണ് എല്ലാ ക്ലാസ്സസും വരുന്നത്. മോർണിംഗ് ബൂസ്റ്ററിലൊക്കെ വരുമ്പോഴാണ് ചില വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.